ഈ വർഷം മുതൽ തുടങ്ങുന്ന കേരള സൂപ്പർ ലീഗിലെ കണ്ണൂരിന്റെ ടീമായ കണ്ണൂർ വാരിയേഴ്സ് FC-യുടെ ലോഗോ ജേഴ്സി പ്രകാശനം നടന്നു. മലബാർ റെസിഡൻസിയിൽ നടന്ന പ്രകാശനം കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിച്ചു. കേരളത്തിലെ ഫുട്ബോളിന്റെ മുഖച്ഛായ മാറ്റുന്നതിനോടൊപ്പം കണ്ണൂരിലെ ഫുട്ബോൾ രംഗത്ത് കാതലായ മാറ്റങ്ങൾ വരുത്തുവാൻ ക്ലബ്ബ് പ്രതിജ്ഞാബദ്ധമാണെന്ന് ക്ലബ്ബ് ഉടമകളിലൊരാളായ ഡോക്ടർ MP ഹസൻ കുഞ്ഞി പറഞ്ഞു. Conversation started with Hassan Ka about 8 months back. Qatar. Our dear friend, like last 15 years we know each other, and when we approached him, so Hassan Ka first Kannur was his actual major concern. So apart from all the good things what he is doing, I think the support what he is given to football is amazing. And Super League Kerala, it was just Super League Kerala, but in the are strong pillars. 6 franchise owners of very, very strong corporate houses from Kerala and Middle East. They have come together to support this cause of football, and Kannur definitely forms the best part of that. And I'm sure Hassan Ka has got, under his leadership, got a lot of plans. And Namadar League, we also have an exemption to get 6 foreign players apart from the national players, in which we are also trying to promote a lot of Kerala talents. About 35% of the team is reserved for Kerala players. കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള മികച്ച കളിക്കാർക്ക് അവസരം നൽകുക, യുവതാരങ്ങളെ വളർത്തിയെടുക്കുക, ഒപ്പം വിദേശ താരങ്ങളെ ചേർത്ത് ക്ലബിനൊരു അന്താരാഷ്ട്ര മുഖം നൽകുക എന്നതാണ് ക്ലബിന്റെ ലക്ഷ്യം. ആഗസ്റ്റ് 31 കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ വെച്ചാണ് സൂപ്പർ ലീഗ് കേരളയുടെ കളികൾ തുടക്കമാകുക. തിരുവനന്തപുരം കൊമ്പൻസ്, ഫോഴ്സ് കൊച്ചി FC, തൃശൂർ റോർ ഫുട്ബോൾ ക്ലബ്ബ്, മലപ്പുറം ഫുട്ബോൾ ക്ലബ്ബ്, കാലിക്കറ്റ് ഫുട്ബോൾ ക്ലബ്ബ്, കണ്ണൂർ വാരിയേഴ്സ് ഫുട്ബോൾ ക്ലബ്ബ് എന്നിങ്ങനെ 6 ക്ലബ്ബുകൾ നിലവിൽ മത്സരിക്കും. ടീമുകൾ മത്സരിക്കുന്ന ലീഗിൽ ക്വാളിഫയർ റൗണ്ടിൽ 30 മത്സരങ്ങളാണ് നടക്കുക. ക്വാളിഫയറിൽ നിന്നും 4 ടീമുകൾ സെമി ഫൈനലിലും വിജയികൾ ഫൈനലിലും മത്സരിക്കും. ക്ലബ്ബ് ഉടമകളായ ഡോക്ടർ അജിത് ജോയ്, CA മുഹമ്മദ് സാലിഖ്, മിബു ജോസ് നെറ്റിക്കാടൻ, ഡെപ്യൂട്ടി മേയർ P ഇന്ദിര തുടങ്ങിയവരും സംസാരിച്ചു.